ഒരു നല്ലൊരു തണുത്ത രാത്രി, ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് രാത്രി എനിക്കൊരു കോള് വന്നു, ഇത്രയും കിലോമീറ്റർ ദൂരെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അത് പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടാണ്. അന്ന് രാത്രി ഇങ്ങനെ 8 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയി പേഷ്യന്റിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ക്ലിനിക്കിൽ കൊണ്ടുവരാൻ പ്ലാൻ. വണ്ടിയിൽ കയറ്റുന്ന ആ സെക്കൻഡിൽ പെട്ടെന്ന് കൊച്ചിന്റെ ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ചെന്ന് നോക്കാൻ നേരത്ത് അമ്മ ഡെലിവറായി വണ്ടിയുടെ ബാക്കിൽ കിടക്കുക. ഞാൻ തന്നെ ഒരു സ്റ്റെറൈൽ ബ്ലേഡ് സംഘടിപ്പിച്ച് നമ്മുടെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാന്ന് പറയും. പേഷ്യന്റിന് ആ കുട്ടിക്ക് വേണ്ട പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതെന്റെ ഒരു ലൈഫിൽ തന്നെ ഏറ്റവും ഒരു മാസ്മരിക മൊമെന്റ് ആയിരുന്നു. നമ്മള് കാണാത്തൊരു ഇന്ത്യ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഡോക്ടേഴ്സിന് ഇനി എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഇന്ത്യയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കൂടെയാണ് എൻ്റെ ഒരു മിഷൻ എന്ന് എനിക്ക് ലൈഫിൽ തോന്നുന്നത്. എൻ്റെ അപ്പൻ ഫിഷർമാനാണ്, ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മോനാണ്. എൻ്റെ നാട്ടിലുള്ള ഒന്നെങ്കിൽ ഒരു ഭാഗം യൂത്ത് നേരെ കടപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽസിൻ്റെ വർക്ക് അല്ലെങ്കിൽ ആശാരിപ്പണി, മേസ്തിരി അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാവും. ഞാൻ ചെന്ന സ്ഥാപനത്തിലെ സാറിൻ്റെ വർത്തമാനമാണ് ആക്ച്വലി MBBS ഒരാഗ്രഹമാക്കി. അതെ, ക്രൈസ്റ്റ് കോളേജിലെ സാറിൻ്റെ കുപ്പയിൽ നിന്ന് മാണിക്യം എടുക്കുന്നത് പോലെയായിരുന്നു ഞങ്ങളെ ഓരോരുത്തരെയും. നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എളുപ്പത്തിൽ ഡോക്ടറാകാവുന്നത്. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഡോക്ടറാകാൻ പറ്റില്ല, പക്ഷെ ഡോക്ടറാകാം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമുക്ക് ആകാൻ പറ്റും. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. +2 കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ എല്ലാ ഫാമിലിക്കും, എല്ലാ പാരൻസിനും ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ MBBS എന്ന സ്വപ്നം എങ്ങനെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാം, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ നേടിയെടുക്കാം എന്നതിൻ്റെ ഒരു വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും വളർന്നു വന്ന് MBBS എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച 4 ഡോക്ടേഴ്സാണ്. എന്തായാലും അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ എന്തായാലും വെൽക്കം ചെയ്യാം. നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? പേര് പറഞ്ഞു. എൻ്റെ പേര് അനൂപ് എന്നാണ്, അനൂപ് ലോറൻസ്. ഞാൻ MUSC മെഡിക്കൽ കോളേജിൽ ഓർത്തോപെഡിക്സ് PG റെസിഡന്റ് ആണ്. എൻ്റെ പേര് ജോസ്, ഞാനിപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്യുന്നു. കാലിക്കറ്റ് അല്ലേ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, വീട് ആലപ്പുഴ, വർക്ക് ചെയ്യാണ്. പെരുമ്പാവൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. പെരുമ്പാവൂരാണ്. എൻ്റെ പേര് സച്ചിൻ, ഞാൻ ആലപ്പുഴക്കാരനാണ്. ഞാൻ പഠിച്ചതൊക്കെ പാലക്കാട് PK ദാസ് മെഡിക്കൽ കോളേജിലാണ്. കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ PGയുടെ എൻട്രൻസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം, നിങ്ങളുടെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര % ഉണ്ടായിരുന്നു? അത്യാവശ്യം എല്ലാത്തിനും ഫുള്ളായിരുന്നോ? ഒരു 90 എബോവ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യുന്ന ഒരു ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്? അതായത് +2 വരെ എന്ന് പറയുന്നത് അക്കാഡമിക് പെർഫോമൻസ് അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു പൊക്കം കുറഞ്ഞുകൊണ്ട് മാത്രം ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ഒരു ബാക്ക് ബെഞ്ചറായ ഒരാളായിരുന്നു. അപ്പം +2 കഴിഞ്ഞ് +2 ഏകദേശം ഒരു 70% മാർക്ക് പാസ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ ഈ +1 +2 ഒക്കെ പഠിപ്പിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം ആളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെഡിക്കൽ എൻട്രൻസ് എന്നൊരു സംഭവം ഉണ്ട്. അപ്പം നമുക്കിവിടെ ആലപ്പുഴയിൽ തന്നെ ഒരു എൻട്രൻസ് സ്ഥാപനമുണ്ട്. അപ്പം അവിടെ ആൾ കോച്ചിങ്ങിന് പോവുകയാണ്. അപ്പോൾ എന്നോടും വരാൻ പറഞ്ഞ്, എന്നിട്ട് ആളിങ്ങനെ ഗ്രേഡ് ചെയ്ത് തന്നു. നമുക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ MBBS, BDS, ആയുർവേദം, വെറ്റിനറി, ഫിഷറീസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് MBBS എന്നൊക്കെ പറയുന്നത് ഹെവി ആൾക്കാർ എടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം, ആ ഒരു ഇതിലാണ് ഞാൻ ചെന്നത്. അപ്പം അവിടെ ഞാൻ ചെന്ന് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ സാറ്, ക്രൈസ്റ്റ് കോളേജ് എന്നൊരു സ്ഥാപനത്തിന്റെ പേര് ക്രൈസ്റ്റ് കോളേജ് എന്നാണ്, ആലപ്പുഴയിൽ തുമ്പോളി എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഔസേപ്പച്ചൻ എന്നൊരു സാറുണ്ട്, ആ സാറാണ് നടത്തുന്നത്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ സാറ് വന്ന് ഇങ്ങനെ എല്ലാവരും ഇരുത്തി ചോദിച്ചു ആരാകാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എന്താകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ കൂടെ നിന്നുള്ള എല്ലാവരും ഡോക്ടറാണോ എന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ആ ഒരു ഓളത്തിൽ ഡോക്ടറാകണമെന്നും പറഞ്ഞ് കൈവക്കി പഠിക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, അടിപൊളി. അവിടെ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും 100%. ഞാനിപ്പോൾ എന്തായിരിക്കുന്നു അത് 100% അവിടെ നിന്ന് കിട്ടിയ. നിങ്ങൾ എല്ലാവരും അവിടെ നിന്നല്ലേ, സ്ഥലത്തുനിന്നല്ലേ വന്നേക്കുന്നത്? ആ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ നമ്മളുടെ കണക്ഷനും, അങ്ങനെയാണ് നമ്മൾ നമ്മളൊരു കണക്ഷനും. എങ്ങനെയായിരുന്നു? ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു അങ്കിള് വന്നിട്ട്
നമ്മുടെ അവിടുത്തെ പുനലൂർ ബിഷപ്പ് ഉണ്ട്, ബിഷപ്പിന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ. അവിടെ വെച്ച് ബിഷപ്പിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു ഇവനൊരു ഡോക്ടർ ആകണമെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാം, പഠിക്കാൻ എങ്ങനെയായിരുന്നു? പഠിക്കാൻ 10 വരെ കുഴപ്പമില്ലായിരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് +1 +2 തീരെ മോശമായിരുന്നു. 70% മാർക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് +2. അപ്പം +2 കഴിഞ്ഞപ്പോഴാണ് അങ്കിളാണ് പുനലൂർ ബിഷപ്പിന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പറയാണ് ഇവന് ഡോക്ടർ ആവണം. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിഷപ്പാണ് എന്നെ ഈ ആലപ്പുഴ തുമ്പോളിയിലെ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഇപ്പം നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ആയുർവേദം, വെറ്റിനറീസ്, ഫിഷറീസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് എടുക്കാം അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷമാണ് സാറിന്റെ സ്പീച്ചും എല്ലാം കേട്ട് നമ്മൾ ശരിക്കും മോട്ടിവേറ്റഡ് ആയി ശരിക്കും ഒരു ഡോക്ടറായി തീരണമെന്ന് ആഗ്രഹം വരുന്നത് അവിടെ ശേഷമാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സീരിയസ് ആയത്. അതുവരെ ഒരു മാസം കഴിഞ്ഞ് ഇവിടുന്ന് ചാടാം. അതെ അതെ അതെ, അത് നമ്മൾ അവിടെ ചെന്നു. ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. കാരണം നമുക്ക് അറിയില്ലല്ലോ. +1 +2 ഇത്ര 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അഡ്മിഷൻ തരില്ല. ഒരു 90-95% എബോ ഉള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചത് അവിടെ എത്തിയത് കൊണ്ടാണ്. അവിടെ ആ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരിക്കലും ഒരു ഡോക്ടർ ആവില്ല. ഉണ്ണികൃഷ്ണന്റെ ഫ്രണ്ട്സ് വിചാരിച്ചിരുന്നോ എന്തെങ്കിലും ഇവനൊരു ഡോക്ടർ ആവുന്നു? ഒരിക്കലും വിചാരിച്ച കാണില്ല. കാരണം +2 നമ്മുടെ സ്റ്റഡി ലെവലും എല്ലാം വെച്ച് നമുക്ക് ഒരു 67-66% മാർക്കുള്ളായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഡിഗ്രിക്കെങ്കിലും കിട്ടണം. ഞങ്ങളുടെ വാക്കിൽ തന്നെ ഒരു കോളേജ് ഉണ്ട്, SD കോളേജ് എന്ന് പറയും. അപ്പൊ അവിടെയെങ്കിലും ഡിഗ്രിക്ക് കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇതും ചാൻസ് കുറവ്. കാരണം അവിടെ ഉള്ളവരെല്ലാവരും ഡിഗ്രിക്ക് തന്നെ ഭയങ്കര എൻട്രൻസിന് ഭയങ്കര 95% മേലുള്ളവരെ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡിഗ്രിക്കും ഈ ആ വലിയ കോളേജുകളിലൊക്കെ വരുന്നത് ഒരു 90 above +2 മാർക്കുള്ളവർ, എൻട്രൻസിന് കിട്ടാത്തവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് അങ്ങോട്ട് വരുന്നത്. എന്നുവെച്ചാൽ എൻട്രൻസ് മീൻസ് ഇപ്പം വലിയ വലിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്തവരൊക്കെയാണ് ഇതുപോലെ കോളേജുകളിലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഭാഗ്യശാലി എൻ്റെ വീടിൻ്റെ അടുത്തല്ല, എൻ്റെ അച്ഛൻ്റെ കട, എൻ്റെ അച്ഛൻ മുടിവിട്ടുകാരൻ. അപ്പൊ എൻ്റെ അച്ഛൻ്റെ കട ഇദ്ദേഹത്തിന് വീടിനടുത്താ. ഞാൻ ചെന്ന് അവിടെ അച്ഛൻ്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അനുവിന്റെ അച്ഛൻ. അപ്പോഴത്തേക്കിന് അനുവിന്റെ അച്ഛനാണ് പറഞ്ഞ വേറൊരു മാർഗം ഇല്ലെങ്കിൽ എന്നാ എന്റെ മോനൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അതെ, എന്റെ മോനൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്, നീ ഒരു അവിടെ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്ന് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ അമ്മയോട് പറഞ്ഞ് അങ്ങനെ വീട്ടുകാർ തരും. എനിക്ക് എൻട്രൻസ് എന്താന്ന് നമുക്കറിയില്ല, സംഭവം അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇത്രയും കോഴ്സുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് പോലും ആക്ച്വലി സത്യം പറഞ്ഞാൽ +2 ലെവൽ വെച്ചിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ചേർന്നു. ഇതുപോലെ തന്നെ ഞങ്ങളുടെ സാർ ആദ്യം തന്നെ ചോദിച്ചത് MBBS എടുക്കാൻ ആഗ്രഹം ഉണ്ടാകുന്ന ചോദിച്ചത്. അപ്പം നമ്മള് പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും മനസ്സിലായില്ല, എന്താ അങ്ങനെ ചോദിച്ചെന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് എന്തുകൊണ്ട് സാർ അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. കാരണം നമ്മുടെ അക്കാഡമിക് ബ്രില്യൻസോ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളോ അല്ല, നമുക്ക് ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടോയെന്ന് സാറേ എൻ്റെ അടുത്ത് ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരുന്നു. കാരണം അതുണ്ടെങ്കിൽ നിനക്ക് കയറി പോവാം എന്നുള്ള രീതിയിൽ നിന്നെ ഞാൻ എത്തിക്കാം എന്ന രീതിയിൽ പറഞ്ഞു. വേറെ രീതിയിൽ നമുക്ക് നമ്മുടെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരും. പ്രൊഫഷൻ എടുക്കുന്നത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സച്ചിൻ, നമ്മുടെ കൂട്ടത്തില് വളരെ ശാന്ത സ്വരൂപിണിയായിരിക്കുന്ന ഒരാളാണ്. ഒരു എന്താ പറയാ, ഒരു കർത്താവിന്റെ പ്രതീതിയിലും അല്ലെ, ഇങ്ങനെയായിരുന്നു പഠിക്കുമ്പോഴും? വളരെ ശാന്തനായിരുന്നു. എന്നോട് ചോദിക്കട്ടെ, ശാന്തനാണ്? ശാന്തനാണ്. അതെ, ഭയങ്കര നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല കുട്ടി എന്ന് പറയൂലേ, നല്ല പറയാൻ തോന്നും. +2 എങ്ങനെയായിരുന്നു പഠിക്കാൻ? +2 ഒരു ആവറേജ് ഒരു 74% ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പൊ നല്ല കുട്ടിയുടെ ലുക്കാണ്. അങ്ങനെ വന്നു. പിന്നെ ഈ സൗഹൃദ വലയത്തിൽ പെട്ട് കഴിഞ്ഞു വെച്ചാൽ എന്റെ വീട് തൊട്ടടുത്താണ്. അപ്പൊ ഞാനിവരെ കാണുന്നുണ്ട്. അങ്ങനെ ഈ എൻട്രൻസ് പഠിക്കണം എന്നൊരു പാഷനേറ്റ് ആയിട്ട് വന്നതല്ല, യാദൃശ്യവശം അങ്ങനെ വന്നു. ഒരു തവണ ട്രൈ ചെയ്ത് കിട്ടിയില്ല. അപ്പൊ നമ്മള് പിന്നെ ഡെസ്പറേറ്റ് ആയിട്ട് മറ്റു കോഴ്സിന് പോകായിരുന്നു. പക്ഷെ കൂട്ടുകാരുടെ സപ്പോർട്ടും അങ്ങനെ അവിടുന്ന് കിട്ടിയ ആ ഒരു മോട്ടിവേഷനും കാരണം പിന്നീടും പെർസിസ്റ്റ് ചെയ്യാൻ നമുക്കൊരു വിൽ പവർ കിട്ടി. അങ്ങനെ ഒരു 5ാമത്തെ അറ്റംപ്റ്റിനാണ് അങ്ങനെ കവർ ചെയ്ത് പോരുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, ഇത് ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്നത് ഇതൊരു ജോലിയല്ല, ഇതൊരു സേവനമാണെന്ന് മനസ്സിലാക്കി തന്നത് അവിടെ നിന്നാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന മേഖല എവിടെയാണ്? ഞാൻ ഒഡീഷയിലെ
നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു ടോപ്പ് 10 പാവപ്പെട്ട ഏരിയയിലെ, അതായത് പോർട്ടി സ്ട്രിക്കഡ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ കാലഹണ്ടി ഡിസ്ട്രിക്റ്റിൽ അവിടെ മലേറിയയും TBയും അങ്ങനെയുള്ള വ്യാധികളുണ്ട്. ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി പോയി വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 1.5 വർഷം. ട്രൈബൽ ഏരിയ ആണോ? ട്രൈബൽ ഏരിയ. അവിടെയാണ് ഇപ്പൊ എത്ര വർഷമായി അവിടെ? അവിടെ ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു PG എടുത്തിട്ട് വന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അതിന്റെ ഒരു മോട്ടിവേഷനിൽ PG എടുക്കാനായിട്ട് ഇപ്പൊ നാട്ടിലേക്ക് പോകുന്നു. അവിടെ 1.5 വർഷത്തോളം അവിടെ ആ ഒരു സേവനം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയേക്കുന്ന ആ ഒരു എനർജിയുടെ പുറത്താണ്. മോട്ടിവേഷൻ നമ്മുടെ പ്രൊഫഷനെ കുറച്ചുകൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് കാണാതെ കുറച്ചുകൂടെ നമുക്ക് എന്തൊക്കെ സ്വയം എക്സ്പ്ലോർ ചെയ്യാം, ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാം, പേഷ്യൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് കെയർ കൊടുക്കാം, അതിന്റെയൊക്കെ ഒരു ഡ്രൈവാണ് എന്നെ അവിടെ എത്തിച്ചത് ആക്ച്വലി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ കമ്മ്യൂണിറ്റി, നമ്മള് കാണാത്തൊരു ഇന്ത്യ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഡോക്ടേഴ്സിന് ഇനി എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഇന്ത്യയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കൂടെയാണ് എൻ്റെ ഒരു മിഷൻ എന്ന് എനിക്ക് ലൈഫിൽ തോന്നിയത്. പണ്ട് ഇങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല, പണ്ടങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു ലെവലിലേക്ക് പോകുന്നു വിചാരിച്ചിട്ടല്ല. തീർച്ചയായിട്ടും പോയി കഴിഞ്ഞപ്പോ നമ്മൾ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് തന്നെ കയറി പോയി. അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പഠിക്കാത്തവർക്കുള്ള ഷോ ആണ്. അതേപോലത്തെ സ്റ്റോറികളായി വരുന്നത് എല്ലാവരുടെയും കയ്യിൽ. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ ഇനിയിപ്പോ ഇതിനെ കൂടെ ഒന്നും പറ്റൂല. +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 60% ഒക്കെ ആണെങ്കിൽ എല്ലാവരും കുട്ടികളെ ഏറ്റവും എന്താ പറയാ ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഒന്നും ചെയ്യാനില്ല, അത് കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടില്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളാനോ പറയാ. പണിക്കൊന്നും പോകണ്ട, അതേ ഇവിടെ വരുന്നുണ്ട്, അടുത്ത വിശേഷങ്ങൾ പറയട്ടെ. അതെ, നമ്മുടെ ഇപ്പം എന്താ പറയുക, ഇപ്പം എൻ്റെ നാട്ടിലൊരു സ്ഥിരം ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പാസ്സായി +2 കഴിയുന്നു. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പം ഒന്നെങ്കിൽ ഡിഗ്രി പാസ്സാകുന്നു, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പാസ്സാകുന്നില്ല, +2 ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒന്നെങ്കിൽ ഇപ്പം എൻ്റെ അപ്പൻ ഫിഷർമാനാണ്, ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മോനാണ്. അപ്പം എൻ്റെ നാട്ടിലുള്ള ഒന്നെങ്കിൽ ഒരു ഭാഗം യൂത്ത് നേരെ അപ്പൻ്റെ കൂടെ സഹായിക്കാനായിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈൽസിൻ്റെ വർക്ക്, അല്ലെങ്കിൽ ആശാരിപ്പണി, മേസ്തിരി, അങ്ങനെ എന്തെങ്കിലും ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഡെയിലി, കാരണം പിന്നെ കുടുംബത്തെ നോക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എന്തായാലും അവർ വരും, അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്കലി അവർ പെർഫോമൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയിട്ട് ഒന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാവും. അപ്പം എൻ്റെ ഉള്ളിലോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, ഓക്കെ, ഡിഗ്രി എടുത്തിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഐഡിയ. അപ്പം ഞാൻ ചെന്ന സ്ഥാപനത്തിലെ സാറിൻ്റെ വർത്തമാനമാണ് ആക്ച്വലി MBBS ഒരാഗ്രഹമാക്കി. അതെ, ക്രൈസ്റ്റ് കോളേജിലെ സാറിൻ്റെ അതെ, ആ സാറുമായിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ഇങ്ങനെ MBBS തന്നെ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതെ അതെ, അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എളുപ്പത്തിൽ ഡോക്ടറാകാവുന്നത്. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഡോക്ടറാകാൻ പറ്റില്ല. എളുപ്പത്തിൽ പറ്റില്ല, പക്ഷെ ഡോക്ടർ ആകാം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമുക്ക് ആകാൻ പറ്റും. അത് തെളിയിച്ചതാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ, ഇപ്പം പരിശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങളെല്ലാവരും തന്നെയാണെങ്കിലും ഞങ്ങളൊരു ജീവിതത്തിൽ പഠിച്ചിട്ടില്ല, ബുക്കുകൾ നോക്കിയൊന്നും മര്യാദക്ക് പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ ഈ സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ്. വന്നതിന് ശേഷം നമ്മൾ ഈ +1 +2 പഠിക്കുന്ന സെയിം ബുക്കുകൾ തന്നെയാണ് എൻട്രൻസിന് പഠിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ഫ്രഷ് ആയിരുന്നു. ഓരോ പേജും ഫ്രഷ്, ആദ്യമായിട്ട് വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ അതിൽ നിന്ന് ഞങ്ങളിൽ കുറേ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ വളരെ കുറച്ച് മണിക്കൂറുകൾ, വളരെ കുറച്ച് നേരം ബുക്കിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും തന്നെ ഞങ്ങൾ ടയർഡാവും. അതിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് ഡെയിലി, ഇപ്പം എൻ്റെ റൂട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഒരു 6:30 അല്ലെങ്കിൽ 7 മണി തൊട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ, അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, അതേ ഫുഡ് കഴിക്കാനുള്ള സമയം ഉണ്ട്. അല്ലാതെ ഒരു 11 മണി വരെ പഠിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. അതായത് മണിക്കൂറിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ഇതിലേക്ക് എത്തി. അപ്പം അതൊക്കെ സാധ്യമാക്കി തന്നത് ഈ മനുഷ്യനാണ്. ഒരു കാര്യം ഇവിടെ, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഒരു ബുക്കിന്റെ മുമ്പിൽ. കുറച്ചേരം ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ പഠിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞാൽ, നമ്മളൊരു മിഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ്, ആവറേജ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു കാറ്റഗറി ആണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചേരം ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തകൾ വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ പതുക്കെ അടച്ചു വെക്കുന്നു, പോകുന്നു. ഇവിടുന്ന് ഇദ്ദേഹം പറഞ്ഞ പോലെ വൈകുന്നേരം വരെ ഈ ബുക്കിന്റെ മുമ്പിൽ ഇരിക്കാൻ മാത്രം ആ രീതിയിലേക്ക് ഒരു ആഗ്രഹം വരുത്തിച്ചത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് സാറ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വിളിക്കും. വിളിച്ചിട്ട് സാറിങ്ങനെ മൊത്തത്തിൽ വിളിക്കും. എന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുന്നേ പഠിച്ചുപോയ ചേട്ടന്മാരുണ്ട്, നമ്മളെ ഇതേ സാഹചര്യത്തിൽ വന്നു. അവര് വളരെ +2 മാർക്ക് കുറവായിരുന്നു, വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോട്ട് നിന്ന ചേട്ടന്മാര് എടുത്ത കഥകളും ഞങ്ങളോട് പറയും. അപ്പം നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണത്. ആ ആൾക്കാർ അവിടെ വരികയും ചെയ്യും. അവര് വരുന്ന സമയത്ത് അവരെ കൊണ്ട് ഞങ്ങളോട് സംസാരിപ്പിക്കും. സക്സസ് ആയി പോയ ഡോക്ടേഴ്സ് പോയിട്ട് അവിടെ വന്ന് സംസാരിക്കും അവര്. അപ്പൊ അവര് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തത്, സാർ എങ്ങനെയാണ് അവരെ കൊണ്ട് ഇത് എടുപ്പിച്ചത്, അങ്ങനെയൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരും. അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആവേശം, പിന്നെയും അടുത്ത ഒരു സെക്ഷനായിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആവേശം കിട്ടും. അതായത് നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ആവും. നമ്മൾ പതിയെ ഡൗൺ ആവാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു മോട്ടിവേഷൻ സ്പീക്ക് അടുത്ത് കിട്ടും. അപ്പൊ നമ്മൾ പിന്നെ ചാർജ് ആവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ വിളിച്ച് അങ്ങനെയാണ് ഒരു ദിവസത്തിൽ പലതവണ നമ്മൾ മോട്ടിവേറ്റഡ് ആയി ചാർജായി നിന്നത് പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം, ഒരു അലസത നമ്മുടെ ഉള്ളിൽ എല്ലാവരും ഉണ്ടാവും. ഒരു വിഭാഗം പിള്ളേരുടെ എല്ലാവരും മനസ്സിലുണ്ടാവും. നമ്മളവിടെ കൊണ്ട് ആക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നില്ല, അന്ന് പഠിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ ഇപ്പൊ പഠിക്കുന്നു. ഈ പറയുന്ന പോലെ ഈ ഒരു മോട്ടിവേഷൻ അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സർക്കിൾ കിട്ടും. അവിടെ ഇവരെല്ലാവരും ഒരേ മൈൻഡിലേക്ക് വരും, പഠിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എല്ലാവരും ഒരേപോലെ എത്തും. എല്ലാവരും അതുപോലെ തന്നെ എത്തും. കാരണം വെച്ചാൽ അവിടെ നമുക്കൊരു അന്തരീക്ഷം, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ്. ഒന്ന് സാറ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ഒന്ന് മൈൻഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആദ്യം എന്താണെന്ന് നമുക്കതൊരു വ്യക്തമായിട്ടില്ല. പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഉള്ളിൽ ഇത് മതി, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും ഞങ്ങൾ ലോ ലെവലിലാണെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഉള്ളിൽ കിട്ടും. അതിന്റെ രീതിയിൽ നമ്മൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ പോലെ എളുപ്പമല്ല, MBBS എടുക്കാനുള്ള എളുപ്പമല്ല. വീണ്ടും ഇത്തിരി ഞങ്ങളെല്ലാവരും തന്നെ ഇത്തിരി നല്ലോണം കഷ്ടപ്പെട്ടാണ് സ്ട്രഗിൾ ചെയ്തു. പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നല്ലോണം ഞങ്ങളെല്ലാവരും തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതി എത്തില്ല, ആ സമയത്ത് ഞങ്ങൾ ഡൗൺ ആവും. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ടും വിളിക്കുക, അല്ലാണ്ട് സാർ നമ്മൾ ഇൻഡിവിജ്വലായിട്ടും വിളിച്ച് സംസാരിക്കും. ഒരാൾക്ക് എങ്ങനെ ലക്ഷ്യത്തിലോട്ട് പോകാനായിട്ടുള്ള ഒരു പാത്ത് ഏതാണ് വേണ്ടതെന്ന് സാറിന് ഞങ്ങളെക്കാളും വ്യക്തമായിട്ട് ഞങ്ങളുടെ സാറിനെ അറിയാം. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങള് തമ്മിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഇപ്പൊ എനിക്കറിയാത്ത സാധനം പറഞ്ഞു തരുന്ന ഇവരാണ്, അതുപോലെ എനിക്കറിയാവുന്ന ഞാൻ സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ അങ്ങനെ അല്ലല്ലോ, എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്ത് അങ്ങനെ പോവല്ലേ. ഇത് പരസ്പരം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ വേറെ സ്ഥാപനത്തിൽ നിന്ന് വന്നവരുണ്ട്, വന്നിട്ട് പഠിച്ചിട്ട് കിട്ടാതെ വന്നവരുണ്ട്. അപ്പൊ അവര് ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അവരുടെ അവിടുത്തെ അനുഭവങ്ങള്. അതായത് നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ആയിട്ട് അല്ലെ, നമ്മൾ ആ രീതിയിലാണ് അവര് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും ചിലർ ഓവറായിട്ട്. പിന്നെ എനിക്കത് പറ്റുന്ന എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. ചിലർ ഭയങ്കരമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കയറിപ്പോകും. ചിലരൊന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര താഴത്തേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ സെപ്പറേറ്റ് കൊണ്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യൂ, ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിച്ചിരുത്തി? ഞാൻ ഓരോ തവണ ട്രൈ ചെയ്യും. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇത്തിരി അഹങ്കാരത്തോടെയൊക്കെ ആയിരുന്നു, ഇത് ചുമ്മാ സിമ്പിളാണ്, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ അല്ല, നമ്മൾ +2 പഠിച്ച സാധനങ്ങളല്ല, ഇത് പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ച് പിന്നീട് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അപ്പോഴും ക്ലച്ച് പിടിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. ഒരു 3rd അറ്റംപ്റ്റ് 4th അറ്റംപ്റ്റ് ഒക്കെ ഞാൻ ശരിക്കും വിഷമിച്ചു. എന്റെ കൂട്ടുകാരും എല്ലാരും കയറി, ഞാൻ കയറിയില്ല. അപ്പൊ എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ, ഞാൻ പോയി വീട്ടിൽ കിടന്ന് കരയുക. ആ സമയത്ത് എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ഒരു ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. അത് ആ സമയത്ത് എന്നെ ഒരു കരങ്ങളിൽ വഹിക്കുന്ന പോലെ എനിക്ക് തോന്നിയ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ
അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ടാസ്ക് ആണ്. അതൊരു നീണ്ട, ഇപ്പൊ നമ്മളൊരു സാധനത്തിന് വേണ്ടി ഇത്ര വർഷം സ്പെൻഡ് ചെയ്തില്ലേ, അത്രയും വർഷം വിജയം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വർഷം സ്പെൻഡ് ചെയ്ത് ഒരു നഷ്ടമല്ല. ആ മൊമെന്റ് ആയിരുന്നു എനിക്ക് ആ 4ാമത്തെ അറ്റംപ്റ്റ് കിട്ടിയത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ ഇപ്പൊ 18 വർഷം കൊണ്ടാണ് RCB കിട്ടിയത്. ആ കാത്തിരിപ്പ് തന്നെയാണ് എന്റെ ഒരു 4 വർഷം. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ശക്തമായിട്ട് ക്ലിയർ ചെയ്ത് പോവായിരുന്നു. വിജയക്കൂടി നാട്ടി നമ്മളോട് ഒരു ഫിഷർമാൻ ഒരു കമ്മ്യൂണിറ്റി ഇത് പറഞ്ഞോണ്ട് ഞാൻ പറയാണ്, ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതിന്, അതും നമുക്കൊരു സപ്പോർട്ടീവ് അല്ലേ? അതെ, നമുക്കിപ്പം ഗവൺമെന്റ് ഒരു പുതിയൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, വിദ്യാധീരം പദ്ധതി എന്നാണ് പേര്. അപ്പം അതിലൂടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അത് മാർക്ക് പക്ഷേ അതിൽ എന്തോ ഒരു ഫാക്ടറാണ്. അപ്പം നല്ല മാർക്കുള്ളവർക്ക് അവർക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പം ഉന്നത സ്ഥാപനങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ പൈസ കൊടുക്കാൻ പറ്റാത്തവർക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായമാണിത്. അവരവരുടെ മിസ് ഫീയും അതേപോലെ ട്യൂഷൻ ഫീയും എല്ലാം ഗവൺമെൻറ് നോക്കിക്കോളൂ. അതെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പലർക്കും അത് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അതെ, അത് പുതിയതായിട്ട് വന്നതേ ഉള്ളൂ, അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ഇത്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിന്റെ കൂടെ ഉണ്ടല്ലേ? ഓക്കെ. അതുപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യാണ്. ഇതില് എന്താ പറയുക, എടുത്ത് പറയേണ്ട ഒരു കാര്യം, എവിടെയാണ് സ്ഥലം? ഒഡീഷയില് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ സാഹചര്യമൊക്കെ ആയിട്ട് നമുക്ക് എത്ര ടൈം എടുത്തു ഒന്ന് പൊരുത്തപ്പെട്ടു പോവാൻ? ഞാൻ പഠിച്ചതൊക്കെ ഒരു സെമി അർബൻ ഏരിയയിലാണ്. പക്ഷെ ഞാൻ അവിടെ കാണുന്നത് ഒരു പുതിയ പിക്ചറാണ്. അതായത് റൂറൽ ഇന്ത്യയുടെ റിയൽ പിക്ചർ എന്നൊക്കെ പറയുന്ന പോലെ അൾട്രാ റൂറൽ ഏരിയ, കറണ്ട് ഇല്ല, അതായത് ഉടുക്കാൻ വളരെ കുറച്ച് വസ്ത്രങ്ങളുള്ള, അല്ലെങ്കിൽ വീട്ടില് സൂക്ഷിക്കാൻ ഡ്രസ്സുകളോ പുസ്തകങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഞാൻ ചേരുന്നത്. അപ്പൊ അവിടെ ദാരിദ്ര്യം തന്നെ, ശരീരത്തിൽ തന്നെ പോഷകക്കുറവിന്റെ കാരണം TBയും പിന്നെ ഇമ്മ്യൂണിറ്റി കുറവ് കാരണം മറ്റു പ്രശ്നങ്ങളും ധാരാളമായിട്ട് അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അവിടെ കണ്ട കാഴ്ചകള് പറഞ്ഞറിയിക്കേണ്ട തന്നെയാണ്. അപ്പോൾ ഒരു മെയിനൊരു ശരിക്കും അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ ഒരു നല്ലൊരു തണുത്ത രാത്രി, ഞാൻ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ക്ലിനിക്കിൽ ഞാനാണ് അന്ന് ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി എനിക്കൊരു കോള് വന്നു, ഇത്രയും കിലോമീറ്റർ ദൂരെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അത് പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലൈഫിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ കോളേജിൽ കടന്നു പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു നേരിട്ടൊരു ഇത് വന്നപ്പോൾ ഞാനാണ് അത് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആ സമയത്ത് ഒരു പ്രത്യേക എനർജി, ഒരു ആവേശം വന്ന്, അങ്ങനെ ഞാനും കൂടെ ഒരു ഡ്രൈവർ ഉണ്ട് ക്ലിനിക്കിൽ, പുള്ളിയായിട്ട് ഇങ്ങനെ കാട്ടിലൂടെ പോവുക. കാടും മലയും കടന്ന് ഒരു 8 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം പോവാൻ. അപ്പോൾ രാത്രിയാണ്, നല്ല മഞ്ഞ്, പിന്നെ ആകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ഒഡീഷ ആയതുകൊണ്ട് പൊള്യൂഷൻ തീരെ ഇല്ല, അതുകൊണ്ട് ആകാശമൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞു നിൽക്കുക. അപ്പൊ അന്ന് സ്റ്റാർസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ആ കാഴ്ച. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഡ്രീം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ലൈഫിൽ അത് പ്രാവർത്തികമാകുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അന്ന് രാത്രി ഇങ്ങനെ 8 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയി. വണ്ടിയിൽ കുറെ ഒരു പശുക്കളുടെ ഗ്രൂപ്പിന്റെ ഫ്രണ്ട് എത്തി. അപ്പൊ ഹോണടിച്ച് നമ്മുടെ ഡ്രൈവർ ആ പശുക്കളെയൊക്കെ മാറ്റി, എന്നിട്ട് നേരെ ചെന്ന് ആ വീടിന്റെ ഫ്രണ്ടിൽ നിർത്തി. രാത്രിയാണ്? രാത്രി ഒരു 12. അന്ന് ആ സമയത്ത് അവിടെ ക്യാമ്പ് ഫയർ കൂട്ടിയിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഇരുന്ന് ചൂട് കായുന്നുണ്ട്. എന്നിട്ട് ആ പ്രസവവേദന കാരണം ആ അമ്മ ഇങ്ങനെ കരയുക. എന്നിട്ട് ഞങ്ങൾ ആ പേഷ്യന്റിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ക്ലിനിക്കിൽ കൊണ്ടുവരാൻ പ്ലാൻ. തിരിച്ചിതുപോലെ മലയിറങ്ങി വരണം. മലയിറങ്ങി വണ്ടിയിൽ കയറ്റി ട്രക്ക് ചെയ്ത് വേണം. അപ്പോ വണ്ടിയിൽ കയറ്റുന്ന ആ സെക്കൻഡിൽ ഞാൻ പേഷ്യന്റിനെ കയറ്റിയിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. ഫ്രണ്ട് സീറ്റിൽ പോയിരുന്ന ആ സെക്കൻഡിൽ പെട്ടെന്ന് കൊച്ചിന്റെ സൗണ്ട് കേട്ട് കൊച്ചു കരയുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താ കാര്യം. അപ്പൊ ഞാൻ ചെന്ന് നോക്കാൻ നേരത്ത് ഈ അമ്മ ഡെലിവറായി വണ്ടിയുടെ ബാക്കിൽ കിടക്കുക. എന്നിട്ട് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ യാതൊന്നും എൻ്റെ ഇല്ല. ആ സമയത്ത് വളരെ ചുരുങ്ങിയ സാഹചര്യമുള്ളൂ. അപ്പൊ ഞാൻ തന്നെ ഒരു സ്റ്റെറൈൽ ബ്ലേഡ് അവരുടെ നിന്ന് സംഘടിപ്പിച്ച് നമ്മുടെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യാന്ന് പറയും, അതൊക്കെ വേണ്ട രീതിയിൽ ക്ലാമ്പ് ചെയ്ത് കട്ട് ചെയ്തു. എന്നിട്ട് പേഷ്യന്റിന് ആ കുട്ടിക്ക് വേണ്ട പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതെന്റെ ഒരു ലൈഫിൽ തന്നെ ഏറ്റവും ഒരു മസ്മരിക മൊമെന്റ് ആയിരുന്നു. ഇത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ.
അതാണ് എനിക്ക് ഒഡീഷയിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ അന്വേഷിച്ചു പോയി കണ്ടെത്തുകയായിരുന്നു അത്. ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്ത് എനിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ എന്നാലും ഇതുപോലെ പ്രകൃതിയാലും അങ്ങനെ ഒരു ശരിക്കും ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു ലൈഫിൽ. അപ്പൊ അത് ആ മൊമെന്റ് കിട്ടിയതിന് ശേഷം ഒരു ഡ്രൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ കൂടുതൽ പോയി വർക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു മോട്ടിവേഷൻ ശരിക്കും ശക്തമാവുകയാണ് ചെയ്തത്. ആ മൊമെന്റില് അവരുടെ കസിൻസ്, ബന്ധുക്കള്, അവരുടെയൊക്കെ ഇടപെടൽ എങ്ങനെയായിരുന്നു? പിന്നെ അവര് ആക്ച്വലി ഒരു സഹായം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നത്. ഇപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കൊച്ചിന് പ്രാഥമികമായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കൊച്ചു വേണേൽ മരിച്ചു പോകാം, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് പ്രാഥമികമായിട്ട് ശുശ്രൂഷ കൊടുത്തില്ലെങ്കിൽ അപകടം പറ്റാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ഉണ്ടത് അവർക്ക് നമ്മളൊരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു ഏഞ്ചലിനെ പോലെയാണ് അവർ നമ്മളെ കാണുന്നത്. അപ്പൊ അതിനുശേഷം അവർ ഭയങ്കര സ്നേഹപ്രകടനം അങ്ങനെയൊക്കെ ആയിരുന്നു. സാധാരണ മനുഷ്യരാണ് നമ്മൾ കാണുന്ന, ഒരു യാതൊരുവിധ മോഡേൺ ലൈഫോ അല്ലെങ്കിൽ വിദ്യാഭ്യാസങ്ങളോ അങ്ങനെ അവിടെ എഡ്യൂക്കേഷൻ ഭയങ്കര മോശമാണ്. അതായത് ഇപ്പൊ ഞാനൊരു ക്യാമ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു 90 അഡോൾസൻ വിമണിനെ കാണും, അതായത് ക്യാമ്പിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിലൊരു 80% അല്ലെങ്കിൽ 90% സ്ത്രീകളും സ്കൂളിൽ പോകുന്നുണ്ടാവില്ല. പിന്നെ അവിടുത്തെ മെൻസിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ് എല്ലാവരും ഏകദേശം ഒരു 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പുറത്തേക്ക് പോവുക, എന്നിട്ട് കുറച്ച് കാശുണ്ടാക്കുക. അതായത് അവരെയൊക്കെയാണ് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലാണ് നടക്കുന്നത് ഇപ്പോഴും. പറഞ്ഞിട്ടില്ലേ, പോഷകക്കുറവ് മൂലം ആരോഗ്യമില്ലാത്ത കുട്ടികള് ഇന്നും വീട്ടില് നമ്മള് സ്നാക്സ് ഒക്കെ ആയിട്ട് പറയുന്ന ചുമ്മാ ഇരിക്കുമ്പോ നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ഇല്ലേ, അതുപോലും കഴിക്കാനായിട്ടുള്ള അങ്ങനൊന്നും ഇല്ലാത്ത വീടുകൾ ഇന്നും ഉണ്ട്. അതായത് ഇപ്പോ ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടുകളില് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ യാതൊന്നുമില്ല. ഒരു ഷെൽഫ്, നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ ഷെൽഫ് ഉണ്ടാവും, അതില്ല. ചെരുപ്പില്ല, പിന്നെ കട്ടിലില്ല, പിന്നെ വേറെ ഒരു കിച്ചണും കുറച്ച് സാധനങ്ങളും മാത്രം. അങ്ങനെയൊക്കെയുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട്. എത്രയോ വീടുകൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് നമുക്ക് സഹായം കൊടുക്കാൻ പറ്റാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പുണ്ട്. അതൊന്നും ഇപ്പോഴും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ 50 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹോസ്പിറ്റല്, അതും ചെറിയൊരു ക്ലിനിക് അല്ലേ? ചെറിയൊരു നമ്മളിവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളെല്ലാം. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ കൈകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു.